ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ എല്ലാവരും കണ്ടുവല്ലോ, അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഞാൻ ഒന്നുമില്ല, നേരിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. ഈ എനിക്ക് സീരീസിൽ ഉണ്ടല്ലോ, നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി എന്താണെന്ന് അറിയോ? എല്ലാ ദിവസങ്ങളിലും എല്ലാ അവധി ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കല്യാണമോ മനസ്സമ്മതമോ മാമോദീസയോ അല്ലെങ്കിൽ മറ്റേ പെരതാമസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേ പരിപാടികളുണ്ടാവും. എനിക്ക് സീരിയസ്ലി ലൈഫിൽ ഒരു മൊമെൻറ്റ് വന്നു കഴിഞ്ഞപ്പം ഈ പരിപാടികൾക്കൊക്കെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് തീരെ ഇഷ്ടമില്ല. അതിൻ്റെ റീസൺ എന്താ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മളൊന്ന് പഠിച്ച് ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പരിപാടികൾക്ക് വരുമ്പോൾ ചോദിക്കും, അയ്യോ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ, ജോലിയൊന്നും ആയില്ലേ? ഇനി ജോലി ആയി കഴിഞ്ഞ് ഇനി പറയും കല്യാണപ്രായം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അയ്യോ ഇനിയിപ്പോൾ കല്യാണപ്രായം ആയില്ലേ, ഇത്ര പ്രായമായില്ലേ, കല്യാണമൊന്നും കഴിക്കണില്ലേ? കല്യാണം കഴിച്ച് 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചോദിക്കും, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ഒരു കുട്ടിയൊക്കെ വേണ്ടേ, ഒരു കുട്ടിയെ കഴിഞ്ഞ് കഴിയുമ്പോൾ 2ാമത്തെ കുട്ടി. ഇങ്ങനെയുണ്ടല്ലോ ഈ കൈൻഡ് ഓഫ് ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബാഗിൽ കെട്ടിപ്പൊതിഞ്ഞ് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ത്വരയായിരിക്കും. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ എന്താണ്, കസിൻസിൻ്റെ കൂടെയൊക്കെ ഒത്തുകൂടാ, നമുക്ക് ബന്ധുക്കളെയൊക്കെ കാണാം, അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കും, അപ്പോൾ കാണാം, ഒന്ന് സ്നേഹം പങ്കുവയ്ക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പോണേ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ കുത്തിപ്പുഴുക്ക് പോലെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവർ ഇങ്ങനത്തെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളിങ്ങനെ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനത്തെ പരിപാടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് തീരെ ഇഷ്ടമില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് പോയി ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം മൊത്തം പോകും. സമാധാനം, സങ്കടം, കരച്ചിൽ, പിഴിച്ചിലൊക്കെ ആവുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പറ്റുവെച്ചുണ്ടെന്നുണ്ടെങ്കിലോ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ പരിപാടികൾക്ക് പോവാതിരിക്കുക. അതായത് വകയില അമ്മായിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പരിപാടികളൊക്കെ വരുമല്ലോ, അതിനൊന്നും പോകണമെന്നൊരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കില്ലേ, അവരുടെ ഫംഗ്ഷൻസിനൊക്കെ പോവാം. ഇനി ഇതുപോലത്തെ ഇങ്ങനെ ഓരോരോ കുത്തി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാട്ടോ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരെയും ബോധിപ്പിക്കാനോ നാട്ടുകാരെ ബോധിപ്പിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ വെറുതെ പോയിട്ട് പണി മേടിച്ച് കൂട്ടണേ? പിന്നെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ സമാധാനം കളയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് അവരായിട്ടുള്ള ആ ഒരു റിലേഷൻ നമ്മൾക്ക് കംപ്ലീറ്റ്ലി മുറിച്ച് മാറ്റാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. പക്ഷെ മുന്നൊരു കമൻറ്റ് വന്ന പോലെ ചിലപ്പോൾ നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലുള്ള ആൾക്കാരായിരിക്കും നമ്മൾക്ക് ഇതുപോലെ ഒരു സമാധാനം തരാത്ത ആൾക്കാരെ കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവിടെ സീരിയസ്ലി എനിക്ക് എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ മനസ്സിനെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയായി പോകും. കാരണം നമ്മളെപ്പോഴും ആ ഒരു സംഭവം തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമാധാനമില്ലാത്തൊരവസ്ഥയെ പറ്റി തന്നെയായിരിക്കും നമ്മൾ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടാവുക. അപ്പം നമുക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ നമ്മൾക്കൊരു നെഗറ്റീവായിട്ട് തരുന്ന വല്ല സുഹൃത്ത് ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നമ്മൾ കട്ട് ചെയ്യണതായിരിക്കും നമ്മളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇല്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഫേസ് മാസ്ക് ഒക്കെ നമ്മൾ അങ്ങോട്ട് കളയുക. ഈ ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഫേസ് മാസ്ക് അല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മുഖം മൂടികളുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്ത് അണിയുന്ന ചില മുഖംമൂടികളുണ്ട്. ഇത് എനിക്ക് വേറൊരു എക്സാമ്പിൾ ഓർമ്മ വന്നത്, അത് ആരാണ് സിനിമയിൽ കണ്ടതാണോ ഇൻ്റർവ്യൂ ആണോ വീഡിയോ ആണോ എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. സംഭവം ഞാൻ പറയാം. ഒരു പെൺകുട്ടി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ആൾക്ക് ഒരു കിരീടം അങ്ങ് വെച്ചു കൊടുത്തു. ഷീ ഈസ് എ ബോൾ ലേഡി എന്നുള്ള ഒരു കിരീടം അങ്ങ് എടുത്ത് വെച്ചു കൊടുത്തു. ആ സംഭവം വന്നതുകൊണ്ട് ഓക്കെ, എന്ത് വന്നാലും അവൾ ഭയങ്കര ബോൾഡാണ്, അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം ബോൾ ലേഡി എന്നുള്ളൊരു കാറ്റഗറി വന്നതുകൊണ്ട് ആൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനോ ഒന്ന് കരയാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ ഇങ്ങനെ വെച്ച് ലാസ്റ്റ് ആൾക്കൊരു ഡിപ്രഷൻ സ്റ്റേജിൽ വന്നിട്ട് ആൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ആവശ്യമില്ലാത്തൊരു മുഖംമൂടി അത്രയും നാളും ആ കുട്ടി ഒരു ബോൾഡ് ലേഡി എന്ന് പറയുന്ന ഒരു മുഖംമൂടി വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ മുഖംമൂടി ഇങ്ങനെ വെച്ച് ആൾക്ക് ആളുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഈ സീരിയസ്ലി
നമ്മൾ ഒരാളുടെ മുന്നിൽ വെച്ച് കരഞ്ഞു, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഒരാളുടെ മുന്നിൽ വെച്ച് കരഞ്ഞു എന്നൊക്കെ കരുതിയിട്ട് അതത്ര ഭീകര സംഭവമൊന്നുമല്ല. ഞാനിത് രണ്ട് തരത്തിൽ കണ്ടിട്ടുണ്ട്. കുറേ പേര് പറയണ കേൾക്കാം ബോൾഡായിട്ടുള്ള ആൾക്കാർ വേറൊരാളുടെ മുന്നിൽ കരയില്ല എന്ന്. പക്ഷെ വേറൊരു ഇതിൽ ഞാൻ കേട്ടിട്ടുള്ളത് ബോൾഡായിട്ടുള്ള ആൾക്കാരാണ് മറ്റൊരാളുടെ മുന്നിൽ കരയാന്ന്. ഇതിപ്പോൾ എന്താണെന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അത് കാരണം നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ നമ്മളുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മടിയില്ല. ആ മടിയില്ലാത്തത് കൊണ്ട് അവർ ബോൾഡാണെന്ന്. അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾക്ക് രണ്ട് രീതിയിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഈ ചില സമയത്തുണ്ടല്ലോ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ആ ഒരു ബോൾഡ് ലേഡി എന്നുള്ളൊരു സംഭവമൊക്കെ നമുക്കങ്ങ് മാറ്റിയിട്ട് മറ്റൊരാളുടെ മുന്നിൽ നമ്മളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കരയുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് അത്രയ്ക്കും കംഫർട്ടായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലീനായിട്ട് നമുക്ക് സമാധാനം കിട്ടും. പിന്നെയില്ലേ, റിലേഷൻഷിപ്പിലൊക്കെ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഈ പെണ്ണ് എന്ത് തേങ്ങയായി പറയണേന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് ഇന്നത്തെ കാലഘട്ടം അതാണ്. ഞാനുണ്ടല്ലോ നാട്ടിലായിരുന്ന സമയത്ത് എനിക്കിത് അതറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒരുപാട് മറ്റുള്ള കൺട്രീസിലുള്ള ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതുണ്ടല്ലോ, നമ്മൾ ഇന്ത്യൻസ് പൊതുവേ മലയാളികളാണെന്ന് തോന്നുന്നു, അതെനിക്കറിയില്ല, ഇന്ത്യൻസിനെ തന്നെ ഇടുക, അവർ ബന്ധങ്ങൾക്ക് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. എന്ത് ബന്ധമാണെങ്കിലും നമ്മൾ അച്ഛൻ അമ്മ പാരൻസ് അല്ലെങ്കിൽ എന്താ പറയുക സിസ്റ്റർ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ പൊതുവെ കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നതാണ്. മറ്റുള്ള രാജ്യക്കാർ അത്രയും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷേ സീരിയസ്ലി ഈ പല എക്സ്പീരിയൻസും നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയും, ഞാൻ എന്താ പറയുക സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മറ്റുള്ള കൺട്രീസിലുള്ള പോലെ സെലക്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുക. കാരണം നമ്മൾ ഒരു ബന്ധത്തിൽ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നമ്മളുടെ ഫുൾ എഫേർട്ട് കൊടുത്ത് നമ്മൾ അങ്ങനെ എന്താ പറയുക ഒരുപാട് വാല്യൂ കൊടുത്ത് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത്രയും നമുക്ക് തന്നില്ല, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ലിറ്ററലി നമ്മൾ അടിമുടി അങ്ങ് തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം 100% ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു സംഭവത്തിൽ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ മറ്റുള്ള രാജ്യക്കാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴുണ്ടല്ലോ നമ്മളുടെ അത്ര അവരത് എഫക്റ്റ് ചെയ്യണില്ല. അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. പക്ഷെ നമ്മൾക്കത് പറ്റുന്നില്ല. നമുക്ക് വർഷങ്ങൾ എടുക്കുവാണ് അങ്ങനത്തെ ആ ഒരു സംഭവത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അയ്യേ ഇത്രയും ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ പറയണതെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഞാൻ പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ബന്ധങ്ങൾക്കും നമ്മൾ ഇമ്പോർട്ടൻസും വാല്യൂവും കൊടുക്കുക. പക്ഷെ എന്ത് തന്നെ ബന്ധമാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തിന് റെഡി ആയിട്ടെന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടാവുക. ഇതിപ്പോൾ എന്താ ഞാൻ പറഞ്ഞാണാവോ, മനസ്സിലായില്ലോ അല്ലേ? ഇൻ ഷോർട്ട്, ആരിൽ നിന്നും ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.